കോഴിക്കോട് നിന്നും ഗുണ്ടൽപേട്ടിലേക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ₹1 പോലും കൊടുക്കാതെ ഒരു മുന്തിരിപ്പാടം കാണാൻ പോയാലോ? അപ്പോൾ ഈ യാത്ര എങ്ങനെ പോകാം, ഏത് ബസ്സിൽ കയറണം, ഒടുവിൽ ആയിരക്കണക്കിന് മുന്തിരിക്കുലകൾ നിറഞ്ഞ മനോഹരമായ കാഴ്ചയും എല്ലാം ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പം ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഫുൾ വീഡിയോ അവസാനം വരെ എല്ലാവരും കാണാൻ മറക്കരുത്. അപ്പം നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്താലോ? ഇറ്റ്സ് മീ രേഷ്മ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. Welcome to Soft Step Solo. Let's explore together. അപ്പം നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. അപ്പം ലേഡീസിനാണെങ്കിൽ പ്രിയദർശിനി ബസ്സിൽ കയറിയാൽ ടിക്കറ്റ് ഫ്രീ ആണ്. അപ്പോൾ അറിയാലോ, പ്രിയദർശിനി ഇപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ലേഡീസിന് ഫ്രീ ആയിട്ട് ബസ്സിൽ ട്രാവൽ ചെയ്യാം, പ്രിയദർശിനി KSRTC. അപ്പം ഞാൻ രാവിലെ 6 മണീൻ്റെ സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുന്ന പ്രിയദർശിനി KSRTCയിലാണ് ഞാൻ ട്രാവൽ ചെയ്തത്. കേരളത്തിലെ ഏറ്റവും മനോഹരവും അതേസമയം ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതുമായ മലമ്പാതകളിലൊന്നായ വയനാട് ചുരത്തിലേക്കാണ് ഇന്ന് നമ്മളുടെ KSRTC ബസ് യാത്ര. ഇപ്പം നമ്മുടെ താമരശ്ശേരി ചുരം എത്തിയിരിക്കുകയാണ്. ചുരത്തിൻ്റെ ആകെ നീളം ഏകദേശം 11.5 കിലോമീറ്ററാണ്. ഈ മലമ്പാതയിൽ 9 എയർപിൻ വളവുകളാണുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 900 മീറ്റർ ഉയരത്തിലാണ് ഈ യാത്ര നമ്മളെ കൊണ്ടുപോകുന്നത്. ആദ്യ ഹെയർപിൻ വളവ് കയറി തുടങ്ങുമ്പോൾ തന്നെ താഴെയുള്ള താഴ്വരയുടെ മനോഹരമായ കാഴ്ചകൾ കാണാം. ഓരോ വളവും ഡ്രൈവർമാരുടെ കഴിവിൻ്റെയും ക്ഷമയെയും പരീക്ഷിക്കുന്നതാണ്. മഴക്കാലത്ത് ഈ ചുരം അതീവ ജാഗ്രത ആവശ്യമായൊരു മേഖലയാണ്. ശക്തമായ മഴ കാരണം ചെറിയ മണ്ണിടിച്ചിൽ, കല്ലുകൾ വീഴുക, വാഹനങ്ങൾ വഴിയിൽ കുടുങ്ങുക തുടങ്ങിയ സംഭവങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അതിനാൽ യാത്ര ചെയ്യുമ്പോൾ കാലാവസ്ഥയും ട്രാഫിക് വിവരങ്ങളും മുൻകൂട്ടി പരിശോധിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ചില ഹെയർപിൻ വളവുകൾ അപകട സാധ്യത കൂടുതലുള്ള ഭാഗമായി കണക്കാക്കപ്പെടുന്നു. പ്രത്യേകിച്ച് വലിയ ലോറിയോ ബസ്സുകളോ വളവിൽ തിരിയുമ്പോൾ മറ്റു വാഹനങ്ങൾ ക്ഷമയോടെ കാത്തു നിൽക്കണം. സമീപ വർഷങ്ങളായി 6-ാമത്തെയും 7-ാമത്തെയും 8-ാമത്തെയും വളവുകൾക്കടുത്ത് വാഹനങ്ങൾ കുടുങ്ങുകയും വലിയ അപകടങ്ങൾ ഉണ്ടാവുന്ന റോഡ് വികസന പ്രവർത്തനങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. യാത്രയ്ക്കിടെ ബസ്സിലെ ജനലിലൂടെ നോക്കിയാൽ പച്ചപ്പാർന്ന വനപ്രദേശങ്ങളും ആഴമുള്ള താഴ്വരകളും മൂടൽ മഞ്ഞും ചേർന്ന് അതിമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കും. ഫോട്ടോഗ്രാഫർമാർക്കും പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും ഇതൊരു സ്വർഗം തന്നെയാണ്. ബസ്സിൽ ഓരോ വളവും പിന്നിട്ട് ഉയരം കൂടുന്തോറും തണുപ്പും കാറ്റും മാറുന്ന കാലാവസ്ഥയും വ്യക്തമായി അനുഭവിക്കാം. അങ്ങനെ സുൽത്താൻ ബത്തേരി KSRTCയിൽ എത്തിയിട്ട് എഗെയിൻ ഗുണ്ടൽപേട്ടിലേക്ക് ഡയറക്റ്റ് ഞാൻ പ്രിയദർശിനി ബസ്സിൽ തന്നെ പോവുകയാണ് ചെയ്തത്. അത് അത്യാവശ്യം നല്ല തിരക്കായതുകൊണ്ട് ഇരിക്കാൻ പോലും സീറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോസൊന്നും ഇതിലെടുത്തിട്ടില്ല. ഈ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സുൽത്താൻ ബത്തേരിയിൽ എത്തിയത് ഏകദേശം 10 മണിക്കാണ്. പിന്നെ ഗുണ്ടൽപേട്ടിലേക്കുള്ള എനിക്ക് പ്രിയദർശിനി കിട്ടിയത് 12 മണിക്കാണ്. ഗുണ്ടൽപേട്ടിൽ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് ടോൾ പ്ലാസ എത്തിക്കഴിഞ്ഞാൽ അവിടെ വണ്ടി KSRTC നിർത്തിത്തരും. അപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡ് കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഈ പറഞ്ഞ മുന്തിരിപ്പാടം ഉള്ളത്. ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ കണ്ടിരിക്കുന്നതാണ് മുന്തിരിപ്പാടത്തിലേക്ക് പോകുന്നവയാണ്. അവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട്, വെൽക്കം ബോർഡൊക്കെ ഉണ്ട്. അവിടെ ഒരു വണ്ടീൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് നേരെ നടന്ന് കുറച്ച് മുന്നോട്ട് നടന്നാൽ ചുറ്റും ഈ ചെട്ടിപ്പൂവും കുറേ കൃഷികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി ഞാൻ ഗുണ്ടൽപേട്ടിലെത്തി. അവിടെയുള്ള മുന്തിരിപ്പാടത്തിലേക്ക് പോവാണ്. അതിൻ്റെ ഇടയിൽ കുറേ സൂര്യകാന്തി ചെട്ടിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ നല്ല വെയിലാണ്, വിചാരിച്ച പോലെയല്ല. അത്യാവശ്യം നല്ല വെയിലുണ്ട്. പോയി നോക്കട്ടെ എന്താ. ഇവിടെ മുന്തിരിപ്പാടത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് 25 രൂപയാണ് ഇവർ വാങ്ങുന്നത്. നമ്മൾ വയനാട്ടിൽ നിന്നും ഗുണ്ടൽപേട്ടിലേക്ക് കയറിയപ്പോഴേക്കും നമ്മളെ ക്ലൈമറ്റ് ടോട്ടലി ചേഞ്ചായി. ഭയങ്കര ചൂടാണ് ഇവിടെ. അങ്ങനെ നമ്മൾ മുന്തിരിപ്പാടത്തിൻ്റെ അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണെത്താ ദൂരത്തോളം പച്ച വിരിഞ്ഞ ഒരു മുന്തിരി വള്ളിയും തൂങ്ങിക്കിടക്കുന്ന മുന്തിരി കൊലകളും കാണാൻ അതിമനോഹരമാണ്. ഇപ്പം അധികം പറിക്കാനായിട്ടില്ല. ആക്ച്വലി പഴുത്ത് വരുന്നേ ഉള്ളൂ. ഒരു ഓഗസ്റ്റ് 15 വരെയൊക്കെ ആകുമ്പോഴത്തേക്ക് അത് ഫുള്ള് പറിക്കുമെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്.
ഗുണ്ടൽപേട്ട് പൂക്കളുടെ കൃഷിയിടങ്ങൾക്കും പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്. സീസണിനനുസരിച്ച് ഇവിടെ മുന്തിരി, സൂര്യകാന്തി, ചെണ്ടുമല്ലി എന്നിവ കൃഷികളും കാണാറുണ്ട്. ഇവിടെ കാണുന്ന മുന്തിരിവള്ളികൾ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വയറ് കെട്ടിയിട്ടാണ് അതിലാണ് ഈ വള്ളികൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലൂടെ സൂര്യപ്രകാശം ഒരുപോലെ ലഭിക്കുകയും നല്ല ഗുണമേന്മയുള്ള മുന്തിരി ലഭിക്കുകയും ചെയ്യുന്നു. മുന്തിരി പാകമാവുന്ന സമയത്താണ് ഇവിടെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച ലഭിക്കുന്നത്. കൃഷിയിടം സ്വകാര്യ സ്വത്തായതിനാൽ ഉടമയുടെ അനുമതിയോടെ മാത്രമേ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. ഓരോ വരിയിലും ഒരു തൂണ് പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കൂടെ വയറും ഉപയോഗിച്ച് മുന്തിരിവള്ളിയെ മുകളിലേക്ക് പടർത്തിയാണ് ഇത് വളർത്തിയിരിക്കുന്നത്. ഈ രീതിയിലൂടെ എല്ലാ ചെടികൾക്കും ഒരുപോലെ സൂര്യപ്രകാശവും വായുസഞ്ചാരവും ലഭിക്കുകയും നല്ല വിളവ് ലഭിക്കുകയും ചെയ്യുന്നു. ഒരു മുന്തിരിവള്ളി സാധാരണയായി വർഷങ്ങളോളം വിളവ് നൽകാൻ കഴിയും. കൃത്യമായ പരിപാലനം, വളപ്രയോഗം, ജലസേചനം, അതുപോലെ കൊമ്പ് വെട്ടിക്കൊടുക്കൽ എന്നിവയൊക്കെ മികച്ച മുന്തിരിക്കൊലകൾ ലഭിക്കാൻ സഹായിക്കും. മുന്തിരിക്കുലകൾ ആദ്യം ചെറിയൊരു പച്ച നിറത്തിലായിരിക്കും, നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കാണാൻ പറ്റും. പിന്നീട് ഇനമനുസരിച്ച് പച്ച, ചുവപ്പ്, കറുപ്പ്, പർപ്പിൾ നിറത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ പഴങ്ങൾ പൂർണ്ണമായി പാകമായ ശേഷമാണ് വിളവെടുപ്പ് നടക്കുന്നത്. മുന്തിരിത്തോട്ടത്തിൽ രാവിലെ നടക്കുമ്പോൾ വളരെ ശാന്തമായൊരു അന്തരീക്ഷമാണ് അനുഭവപ്പെടുന്നത്. മുന്തിരിക്കുലകൾ കൈകൊണ്ട് പറിക്കുകയോ ചെടികൾ കേടുപാട് വരുത്തുകയോ ചെയ്യരുത്. ഇത് കർഷകരുടെ ഒരു ഉപജീവന മാർഗമാണ്. അവരുടെ കഠിനാധ്വാനത്തിനെ നമ്മൾ മാനിക്കുകയും കൃഷിയിടം വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യണം. കഴിക്കാനുള്ള പാകത്തിലായിട്ടില്ല. ഓഗസ്റ്റ് ടൈം ആകുമ്പോഴേ ഇത് ഏകദേശം പഴുത്തിട്ട് വരുള്ളൂ. കണ്ടില്ലേ, പഴുത്ത് വരുന്നതേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ സെയിലൊന്നും കൊടുക്കുന്നില്ല. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വലിയൊരു അബദ്ധം പറ്റി. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ആക്ച്വലി ഈ ഒരു പഴം പാകമാവുന്നതിൻ്റെ മുന്നേ നമുക്ക് പറിക്കാൻ പാടില്ല. പക്ഷേ ഞാനത് പറിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അത് കൈകൊണ്ട് തൊട മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ പറിക്കാൻ പാടില്ല. അത് ആക്ച്വലി അവർ അവിടുന്ന് പറയുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ പോയെന്ന് ആരും പറയുന്നത് കേട്ടിട്ടില്ല. പിന്നെയാണ് ഇങ്ങനെ ഒരു ഇത് ഞാൻ അറിഞ്ഞത്, ഇതിങ്ങനെ പറിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത്. കമ്പതേനിയാണ്. രണ്ട് സ്ഥലങ്ങളിലാണ് കൂടുതലുണ്ടാവുന്നത്. പക്ഷെ ഇത് നമുക്ക് കഴിക്കാനുള്ള പാകത്തിലായിട്ടില്ല. ഒരു ഓഗസ്റ്റിലാണെന്ന് തോന്നുന്നു അല്ലേ? ഓഗസ്റ്റിലാണ് കഴിക്കാനാവുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ഇനി ആരെങ്കിലും പോകുമ്പോൾ ഇത് പറിക്കാൻ പാടില്ല. അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് കൂടി. ഇവിടേക്ക് എത്തുന്നവർ ഫോട്ടോയും വീഡിയോയും എടുക്കുന്നതിലാണ് കൂടുതലും വരുന്നത്. ചില സ്വകാര്യ കൃഷിയിടങ്ങളിൽ പ്രവേശനത്തിന് എപ്പോഴും ചില പൈസയൊക്കെ ക്യാഷ് കൊടുക്കേണ്ടി വരും. അതിപ്പം നമ്മളെ ഈ പൂപ്പാടങ്ങളിലും അതുപോലെ നമുക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. ചാടി കടിക്കുന്ന ഇട്ടാൽ മതി കേട്ടോ. ഇതൊക്കെ താത്ത് വന്നിട്ടില്ല, കഴിക്കാനായിട്ടില്ല. അടിപൊളി. അതെ, ഫസ്റ്റ് ടൈം ഒരു എക്സ്പീരിയൻസ്. കമ്പതേനിന്ന് പോണ്ടല്ലോ. ഈ ഗ്രേപ്സിൻ്റെ ഈ മുന്തിരിത്തോട്ടം മാത്രമല്ല ഉള്ളത്, അതുപോലെ സൂര്യകാന്തി, അതുപോലെ ചെട്ടി ഒക്കെ പൂക്കൾ. ഓണത്തിൻ്റെ സമയമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഇപ്പം ഇവിടെ ഉണ്ട്. ഇവിടെ അടുത്ത് തന്നെ എല്ലാ ഏരിയയിലും ഉണ്ട്. അപ്പം ഞാൻ KSRTCയിൽ ആണ് വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് ഇവിടെ വണ്ടി
അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, എനിക്ക് പറ്റിയൊരു അബദ്ധം ഇനി നിങ്ങൾക്ക് വരരുത്. കാരണം ഓഗസ്റ്റ് ലാസ്റ്റിലേക്കായിരിക്കും ഇതിൻ്റെ വിളവെടുപ്പ് ഉണ്ടാവുക. അവിടെ സെയിൽ ചെയ്യുന്നതും ഇപ്പോൾ സെയിലിംഗ് ഇല്ല, സെയിൽ ചെയ്യുന്നതും ആ സമയത്താണ്. അപ്പോൾ ദയവ് ചെയ്ത് ആരും അത് പറിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഞാൻ പോയ സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ച് എനിക്കൊരു ധാരണയില്ലായിരുന്നു. അപ്പോൾ ഇനി വീണ്ടും ഞാൻ പറയുന്നു, ഇത് എന്താ പറയുക, അവരുടെ എന്താ പറയുക ഒരു ഉപജീവന മാർഗമായിട്ടുള്ള ഒരു കൃഷിയാണ്. അപ്പം നമ്മൾ അത് മാനിക്കണം, അവരെ കൃഷിയുടെ വൃത്തിയായി സൂക്ഷിക്കണം, വേസ്റ്റൊന്നും ഇടാൻ പാടില്ല, കാണുക, ഫോട്ടോ ഒക്കെ എടുക്കുക, തിരിച്ചു വരിക, അത് മാത്രമായിരിക്കണം. ഇങ്ങനെ പ്രകൃതിയും കൃഷിയും ഗ്രാമീണ ജീവിതവും ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന ഒരു മനോഹരമായ ഇടമാണ് ഗുണ്ടൽപേട്ടിലെ മുന്തിരിപ്പാടം. യാത്ര ഇഷ്ടപ്പെടുന്നവർക്കും ഫോട്ടോഗ്രാഫി പ്രേമികൾക്കും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു മികച്ച അനുഭവം തന്നെയായിരിക്കും ഈ ഒരു മുന്തിരിപ്പാടം. ഇത് അങ്ങനെ വലിയ ഏക്കർ കണക്കിനുള്ള പ്ലേസ് ഒന്നും അല്ല, ചെറിയൊരു മാക്സിമം പോയാൽ ഒരു 10 സെൻറ്റ് ഉണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. അത്ര വലിയ കൂടുതലായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ദൂരത്ത് നോക്കുമ്പോൾ വളരെ ചെറുതായിട്ടാണ് തോന്നുന്നത്. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു മുന്തിരിപ്പാടം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നത്. അപ്പം വന്ന ഡേ ഞാൻ സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ബസ്സിലും അത്യാവശ്യം നല്ല തിരക്കായിരുന്നു, ഈ മുന്തിരിപ്പാടത്തിലും തിരക്കായിരുന്നു. നല്ല രീതിയിൽ നമുക്ക് ഫോട്ടോ വീഡിയോസ് എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്രയും ക്രൗഡ് അവിടെ ഉണ്ടായിരുന്നു. ഒരു മൂലയിൽ പോലും തീരെ എന്താ പറയുക സ്പേസ് ഇല്ല. അപ്പോൾ അത്രയും ഫുള്ള് ക്രൗഡായിട്ടുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക ഇതൊന്നും ഈ മുന്തിരിപ്പാടവും ഇതിൻ്റെ വള്ളികളൊന്നും നശിപ്പിക്കാതെ കെയർ ചെയ്തിട്ട് തന്നെ ഫോട്ടോ എടുക്കുക. ഗുണ്ടൽപേട്ട് പ്രധാനമായും പൂക്കൃഷിക്ക് പ്രശസ്തമാണെങ്കിലും സമീപ പ്രദേശങ്ങളിൽ മുന്തിരി ഉൾപ്പെടെ വിവിധ തോട്ടവിളകളും കൃഷി ചെയ്യുന്നുണ്ട്. അത് മുന്തിരി മാത്രമല്ല, ഈ ക്യാബേജ്, വെണ്ടയ്ക്ക അങ്ങനത്തതൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഈ പ്രദേശത്തെ വരണ്ട കാലാവസ്ഥയും നല്ല സൂര്യപ്രകാശവും മുന്തിരി കൃഷിക്ക് ഭയങ്കര അനുകൂല സാഹചര്യമാണുള്ളത്. മുന്നേ ഞാൻ ഗുണ്ടൽപേട്ടിൽ പോയ സമയത്ത് ചെട്ടിപ്പൂ പല വെറൈറ്റി ഉണ്ടെങ്കിലും ഈ മഞ്ഞ ചെട്ടിപ്പൂ കാണാൻ കുറച്ച് എന്താ പറയുക പ്രയാസമാണ്. കാരണം കൂടുതൽ ഈ യെല്ലോ കളറ് ചെട്ടി കുറവാണ്, മറ്റേ നോർമൽ നമ്മൾ ഓറഞ്ച് കളറാണ് കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പോയപ്പം ഈ ഒരു ഏരിയയിൽ ഞാൻ ഈ ഒരു കളറ് ഭയങ്കര അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നി. ഈ മുന്തിരിപ്പാടം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ എഗെയിൻ എന്താ പറയുക ഈ ടോൾ പ്ലാസൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിയിൽ കൂടെയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വാടാർമല്ലിയും ഇവിടെ നല്ലൊരു കൃഷിയായിട്ട് തന്നെ നടന്നു പോകുന്നുണ്ട്. അതുപോലെ അതിൻ്റെ സൈഡിൽ കണ്ടില്ലേ ചെട്ടിപ്പൂവും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ സൂര്യകാന്തി കാണാൻ ഇനി വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം അത് സൂര്യകാന്തി വളരെ കുറവാണ്. അപ്പം ഞാൻ പോയ സമയത്ത് ഞാൻ ജൂലൈ എൻഡിലാണ് ഞാൻ പോയത്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ അതാ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിലാണ്, വളരെ കുറവും. അതുപോലെ തന്നെ വാടിയിട്ടാണ്, ഫുള്ള് വാടി കിടക്കുകയാണ് സൂര്യകാന്തി. ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. ചിലപ്പോൾ ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി വരുന്നവർ അതും കൂടി ഒന്ന് നോക്കിയിട്ട് വരാം. വേറെ എവിടെയെങ്കിലും സൂര്യകാന്തി ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. ആ ടോളൊക്കെ കഴിഞ്ഞു. നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത സൂര്യകാന്തി എനിക്ക് കാണാൻ വലിയ പുതിയതൊന്നല്ല, ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. തിരിച്ചു പോകാനും ഇതുപോലെ തന്നെ നമുക്ക് പ്രിയദർശിനി ബസ് KSRTC അവൈലബിൾ ആണ്. ഇവിടെ നിന്ന് തന്നെ ഇപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ തന്നെ നമുക്ക് കിട്ടും. അതുപോലെ ബാക്ക് ടു നമുക്ക് വയനാട് ബത്തേരി, പിന്നെ ബത്തേരിയിൽ നിന്ന് എഗെയിൻ കോഴിക്കോടേക്ക് നമുക്ക് വണ്ടി അവൈലബിൾ ആണ്. അപ്പം നമ്മൾ മുന്തിരിപ്പാടത്തിൻ്റെ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും ഇനി ഇത്തരത്തിലുള്ള ബഡ്ജറ്റ് ട്രാവൽ വീഡിയോയ്ക്കായി സോഫ്റ്റ് സ്റ്റെപ്പ് സോളോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. സോ അടുത്ത വീഡിയോയിൽ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ.